വരണം, മടങ്ങി വരണം, മടങ്ങി വരണം. മടങ്ങി വന്നവനെ കൊണ്ട്, ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുത്തവനെ കൊണ്ട്, ഉപവസിച്ചവനെ കൊണ്ട്, പ്രാർത്ഥിച്ചവനെ കൊണ്ട്, ദുഃഖിച്ചവനെ കൊണ്ട്, നിലവിളിച്ചവനെ കൊണ്ട്, കരഞ്ഞവനെ കൊണ്ട്, പാപങ്ങളും അകൃത്യങ്ങളും ഏറ്റുപറഞ്ഞ് നെടുമ്പാട് ദൈവത്തിന്റെ സന്നിധിയിൽ വീണവനെ കൊണ്ട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് അവനെ അയച്ച് പണി ചെയ്തെടുപ്പിച്ചെങ്കിൽ ചണ്ടിക്കൂമ്പാരങ്ങളിൽ കിടന്ന ഈ കല്ലുകൾ കൊണ്ട് ഇനി പണിയുമോ എന്ന് ചോദിച്ച സ്ഥാനത്തും സൻബല്ലത്തിനെയും തോബിയാവിനെയും ശത്രുക്കളെ മുഴുവനെയും ലജ്ജിപ്പിക്കത്തക്കവണ്ണം 52 ദിവസം കൊണ്ട് മതിൽ തീർത്തുവെങ്കിൽ ദൈവ പൈതലേ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ പണിതെടുക്കുവാൻ കുറിക്കപ്പെട്ട ദിവസങ്ങൾക്കകത്തു തന്നെ എന്റെ ദൈവത്തിന് സഹായിക്കുവാൻ കഴിയുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോ അടിസ്ഥാനമിട്ട് പണിതാൽ സ്തോത്രം പൊളിക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ലോകത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. സ്തോത്രം. കാരണം സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്തോത്രം, സർവ സൃഷ്ടിയും എൻ്റെ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം, എൻ്റെ ദൈവത്തിൻ്റെ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പക്ഷേ അത് ആദ്യ മനുഷ്യന് കൊടുത്തപ്പോൾ ആ പുഴ വെച്ചതാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോഴും ആ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട് തന്ത്രങ്ങളുമായിട്ട്. പക്ഷെ ഒരു നാൾ ആത്യന്തികമായി നമ്മളെല്ലാം ഇതിന്റെ മേൽ ജയമെടുക്കാൻ പോവുക. സ്തോത്രം. എന്നാൽ ദിനംതോറും ജയം തരുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ക്രൂശിൽ ഹല്ലേലൂയ പിശാചിന്റെ തലയെ തകർത്ത യേശുവിന്റെ നാമം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.